നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും സയന്റിസ്റ്റും പൊളിറ്റീഷ്യനുമൊക്കെ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം യുവജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ ശീലങ്ങൾ മാറ്റാൻ സാധിക്കും. നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നത് വഴി നമ്മുടെ ഭാവിയെ തീർച്ചയായും മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ഫ്യൂച്ചർ നമ്മുടെ കൈകളിലാണ്. സ്റ്റീഫൻ R. കോവി രചിച്ച ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വീഡിയോ. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ആ 7 ശീലങ്ങൾ ഏതൊക്കെയാണെന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതിൽ ഒന്നാമത്തേതാണ് ബി പ്രോ ആക്റ്റീവ്. ഇവിടെ അദ്ദേഹം 2 തരത്തിലുള്ള ആളുകളെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒന്ന് പ്രോ ആക്റ്റീവായിട്ടുള്ള ആളുകളെയും 2 റിയാക്റ്റീവായിട്ടുള്ള ആളുകളെയും. നമ്മുടെ ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ എനിക്ക് വേണ്ടി ഈ ലോകം തന്നെ മാറട്ടെ, എന്നാലും ഞാൻ മാറാൻ തയ്യാറല്ല എന്ന ചിന്താഗതിയാണ് പലർക്കും. പ്രൊആക്റ്റീവ് ആയിരിക്കുക എന്നതുകൊണ്ട് കോവി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മുടെ മാത്രം കൈകളിലാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനെയാണ്. ചില ആളുകൾ സ്വന്തം ലൈഫിൽ എന്തൊക്കെ നടന്നാലും മറ്റുള്ളവരെയാണ് പഴിചാരുന്നത്. നിങ്ങളുടെ സന്തോഷം, സങ്കടം, വിജയം, പരാജയം, ധൈര്യം, ഭയം, ആക്ഷൻ, റിയാക്ഷൻ ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്, മറ്റാരുമല്ല. നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഓരോ മൊമെൻറ്റ്സും ഓരോ സിറ്റുവേഷൻസും മറ്റൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. സോ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രൊആക്റ്റീവായി മാറണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇനി രണ്ടാമതായി അദ്ദേഹം പറയുന്ന ഒരു ഹാബിറ്റാണ് ബിഗിൻ വിത്ത് ആൻ എൻഡ് ഇൻ മൈൻഡ്. ഏതൊരു കാര്യമായാലും അത് 2 പ്രാവശ്യം സംഭവിക്കുന്നുണ്ട് എന്നൊരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഈ ഒരു ഹാബിറ്റിനെ വിശദീകരിക്കുന്നത്. അതിൽ ആദ്യത്തേത് മെൻ്റൽ ക്രിയേഷൻ, അതായത് നമ്മുടെ ഇമാജിനേഷൻ, ഡ്രീം, വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയാം. രണ്ടാമത്തേതാണ് ഫിസിക്കൽ ക്രിയേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കെട്ടിടമോ വീടോ പണിയുന്നതിന് മുൻപ് ആദ്യം അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നിർമ്മിക്കും. യഥാർത്ഥത്തിലുള്ള ആ കെട്ടിടം മനുഷ്യൻ ആദ്യം നിർമ്മിക്കുന്ന ഈ ഒരു ബ്ലൂ പ്രിൻറ്റിനെ അനുസരിച്ചാണ് പണിയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം തുടങ്ങി വെക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ കാര്യം വിഷ്വലൈസ് ചെയ്യണം. വ്യക്തമായൊരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ആ കാര്യം ആരംഭിക്കേണ്ടത്. ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന വീഡിയോയിൽ വിഷ്വലൈസേഷൻ്റെ പവറിനെ പറ്റി ഡീറ്റെയിൽഡായി പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. ഇനി മൂന്നാമതായി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഈ ഒരു ഹാബിറ്റിലൂടെ എങ്ങനെ ജീവിതത്തെ കൃത്യമായി ഓർഗനൈസ് ചെയ്യാം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇന്ന് പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ലൈഫ് മാനേജ്മെൻറ്റ്. വെറുതെ എണീക്കുന്നു, കഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അങ്ങനെ ആ ദിവസം കടന്നു പോകുന്നു. ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്, വാല്യൂസ്, റോൾസ്, പ്രയോറിറ്റീസ് ഇവയൊക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയൂ. അതിനാദ്യം തന്നെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഏത് കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അങ്ങനെ ഓരോ കാര്യങ്ങളെയും പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഉപകാരപ്രദവും മൂല്യം ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഇനി അടുത്തതായി തിങ്ക് വിൻ വിൻ. ഭൂരിഭാഗം ആളുകളും ലൈഫിനെ ഒരു കോമ്പറ്റീഷനായാണ് കാണുന്നത്. പക്ഷേ ഹൈലി എഫക്റ്റീവായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും മറ്റുള്ളവരോട് കരുണയും ദയയും കാണിച്ചുകൊണ്ട് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള മെച്യൂരിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൈഫ് എന്ന ഒരു ഗെയിമിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. സോ നമ്മൾ മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, നല്ല നല്ല റിലേഷൻസ് വളർത്തിയെടുക്കുക. അദ്ദേഹം പറയുന്ന ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ 5ാമത്തെ ഹാബിറ്റാണ് സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. നമുക്കെല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേർ ഒരു നല്ല ലിസണറാണ്? സ്വന്തം ആശയങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. സ്വന്തം ഫാമിലിയിലായാലും പൊതുസമൂഹത്തിലായാലും വാക്തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പൂർണ്ണമായും മനസ്സിലാക്കാതെ താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്.
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാനിനി എന്തു മറുപടി പറയും, അല്ലെങ്കിൽ അടുത്തതായി ഞാൻ എന്ത് ചോദിക്കണം, എങ്ങനെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊക്കെയാണ്. റിപ്ലൈ കൊടുക്കാനുള്ള ആ ഒരു ഇന്റൻഷൻ കൂടുന്നത് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാവാതെ പോകുന്നു. ആറാമതായി അദ്ദേഹം പറയുന്ന ഒരു ക്വാളിറ്റിയാണ് സിനർജൈസ്. നമ്മളൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണോ അതോ ഗ്രൂപ്പായി ചെയ്യുമ്പോഴാണോ കൂടുതൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടാകുന്നത്? തീർച്ചയായും ഗ്രൂപ്പായി ചെയ്യുമ്പോഴായിരിക്കും. പലരുടെയും ടാലൻസ്, എക്സ്പീരിയൻസ്, ഇൻ്റലിജൻസ് ഇവയൊക്കെ വ്യത്യസ്തമായ രീതികളിലായിരിക്കും. സോ ഒരാൾ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് പോസിറ്റീവ് റിസൾട്ടായിരിക്കും ഒരു ടീം സ്പിരിറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക. സോ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും എല്ലാം നേടിയെടുക്കാൻ പറ്റും, എനിക്കാരുടെയും സഹായം വേണ്ട എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്താഗതി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ കൊളീഗ്സ്, ഫ്രണ്ട്സ്, പാർട്ട്നേഴ്സ്, കോവർക്കേഴ്സ് തുടങ്ങി എല്ലാവരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഷാർപ്പൻ യുവർ സോ. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് സ്വന്തം ഗോൾസ്, പൊട്ടൻഷ്യൽ, സ്ട്രെങ്ത് ഇവയൊക്കെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. വേട്ടയ്ക്കൊരുങ്ങുന്ന വേട്ടക്കാരൻ സ്വന്തം ആയുധങ്ങളുടെ മൂർച്ച എപ്പോഴും കൂട്ടിവെക്കുവാൻ ശ്രമിക്കും. കാരണം തൻ്റെ ഇരയെ കൺമുൻപിൽ കാണുമ്പോൾ തന്നെ ആ അവസരം നഷ്ടപ്പെടുത്താതെ ഇരയെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി. അതുപോലെ നമ്മളും എപ്പോഴും നമ്മെ തന്നെ ഒരുക്കി വെക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ്, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുക, കൂടുതൽ അറിവ് നേടിയെടുക്കുക, നല്ല റിലേഷൻസ് വളർത്തിയെടുക്കുക, ഫാമിലി, ഫ്രണ്ട്സ് ഇവരോടൊപ്പമൊക്കെ ചിലവഴിക്കുവാൻ സമയം കണ്ടെത്തുക.